വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് ഭാഗവതം 542nd day. Today, Pradhama Skanda, 2nd chapter, 13th ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 542 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമഃ. അധ പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അധ പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. ഓം തത്സത്. സൂതൻ പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഭക്തി കൊണ്ട് തന്നെ പരമാത്മാനം അനുഭവം ഉണ്ടാകുമെന്നതിനാൽ അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ, ദ്വിജശ്രേഷ്ഠൻ എന്നാൽ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ, വർണ്ണാശ്രമം അനുസരിച്ച് ഓരോരുത്തരും അവനവൻ്റെ ധർമ്മം ചെയ്യുന്നത് തന്നെ നിത്യനൈമിത്തിക ധർമ്മങ്ങൾ വളരെ ശ്രദ്ധയോടെ നടത്തി വരുന്നത് തന്നെ ഹരിപ്രീതിക്ക് വേണ്ടിയിട്ട് വളരെ ഉത്തമമാണ്. അത് അർത്ഥലാഭമല്ല, അതിൻ്റെ ഫലപ്രാപ്തി അർത്ഥലാഭമല്ല, ഹരി ആരാധന തന്നെയാണ് എന്ന് പറയുകയാണ്. ധർമ്മത്തിൻ്റെ യഥാർത്ഥമായ ഫലം ഹരിയെ ആരാധിക്കുന്നത് തന്നെയാണ്, അല്ലാതെ വേറെയൊന്നും അല്ല എന്ന് പറയുകയാണ്. നന്നായി അനുഷ്ഠിക്കപ്പെടുന്ന ധർമ്മത്തിൻ്റെ ശരിയായ ഫലപ്രാപ്തി, യഥാർത്ഥമായ ഫലപ്രാപ്തി ഹരിയുടെ ആരാധനം തന്നെയാണ്. അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം നിത്യനൈമിത്തിക കർമ്മങ്ങളെ യഥാവിധി അനുഷ്ഠിക്കുന്നത് ആ ഭഗവത് പ്രാപ്തിക്ക് കാരണമാകും എന്ന് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരികയാണ്. അവനവൻ്റെ കർമ്മം അവനവൻ്റെ വർണ്ണാശ്രമ വിഭാഗങ്ങൾക്കനുസരിച്ച് വളരെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നത് ഭഗവത് പ്രാപ്തിക്ക് ഉത്തമമാണ്. അതും ഭഗവത് ആരാധന തന്നെയാണ് എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്യാതെ, താൻ ചെയ്യേണ്ടത് ചെയ്യാതെ ഇരുന്നിട്ട് ഞാൻ ഭഗവാനെ ആരാധിക്കുകയാണ് എന്ന് പറയുന്നതിനേക്കാൾ താൻ ചെയ്യേണ്ട, തൻ്റെ ഏത് കുലത്തിൽ എങ്ങനെയാണോ ജനിച്ചത്, ഏത് സ്ഥലത്താണോ ജനിച്ചത്, അവിടെ എന്താണ് താൻ ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ടതൊക്കെ കൃത്യമായി ചെയ്യുന്നത് ഭഗവത് ആരാധനയ്ക്ക് തുല്യം തന്നെയാണ്. അത് അർത്ഥലാഭമല്ല. അങ്ങനെ ചെയ്യുന്നത് ലൗകികമാണ് എന്ന് കരുതി മാറി നിൽക്കാതെ താൻ ചെയ്യേണ്ടത് കൃത്യമായി അനുഷ്ഠിക്കണം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. അധ പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശ സുനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആയുരാരോഗ്യ സൗഖ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.